ഞാവൽപ്പഴം. ഏണ്ടായി ഞങ്ങളുടെ കാൽപ്പാതട്ടത്. കാട്ടുനെല്ലിക്കേട്ടാ വഴിയല്ലേ? എൻ്റെ പേര് കവിതയോ എന്നെ ഉറക്കം കണ്ടെത്താൻ. ആനയുണ്ടെന്നാ? ആന ഇന്നലെ താഴെ ഇവിടെ വന്നേ. നമ്മളന്ന് നടന്നു പോയില്ലേ ആ സ്ഥലത്ത്. പോണത് ഒരു കൃഷി സ്ഥലത്ത് കേട്ടാ. അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. പച്ചമരുന്നാട്ടത്. ഇരുവേലി എന്നല്ലേ എൻ്റെ പേര്. ആയുർവേദത്തിന് ഒരു ഉപയോഗിക്കുന്ന കേട്ടോ. ഞാവൽപ്പഴം അങ്ങനെ ചെറുതാട്ടോ. ഞങ്ങളുടെ കാൽപ്പാതട്ടത്. ഇത് ഏണ്ടായി ശ്വാസം കിട്ടണല്ലേ എൻ്റെ അമ്മ. കയറി കൊണ്ടിരിക്കണ മലയാട്ടത്. അവിടെ ഒരു ഊരുണ്ട് കേട്ടോ. അവിടേക്ക് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വന്നത് ഇവിടുന്ന. കാട്ടുനെല്ലിക്കല്ലേ ഇത്? നിറ തിന്നെ കാട്ടുനെല്ലിക്കേട്ടാ. ഇതായിട്ടില്ല, മൂത്തിട്ടില്ല. ഞാനുണ്ടോ ഞാൻ നിങ്ങളുടെ പുല്ലിൻ്റെ ആട്ടത് മുകളിലേ. അത് നമ്മൾ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവില്ലേ, വിടില്ല സാധനം. സാധനം ചൂലുണ്ടാക്കാൻ കൊണ്ടുപോകണതാ ഈ ചെടി. ഞാൻ കാണിച്ചു തരാം ചൂല് എവിടെയാണെന്നുള്ളത്. കടയിലുണ്ട്. ഈ സാധനമാണ് ചൂലുണ്ടാക്കാൻ ഉപയോഗിക്കണത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ നേരത്തെ തിന്നില്ലേ അത് വെട്ടിയെടുക്കുന്നത്. ഉണ്ടോ നല്ല ക്ലീൻ. ഒരു തെങ്ങിൻ്റെ സെയിം തന്നെ അതുപോലെ വെട്ടി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കഴിക്കുന്നു മാത്രം.
ആ നെല്ലിക്ക കേട്ടാ. ഇതായിട്ടില്ല കേട്ടോ. നെല്ലിക്ക കേട്ടാ. നമ്മളവിടെ വലുത് വരുന്നു. ഇത് കാട്ടിലെ നെല്ലിക്കാന്ന് പറഞ്ഞാൽ തീ വലിപ്പുണ്ടാവുള്ളൂ കേട്ടോ. ഉണ്ടോ? ഇത് 4 വെച്ചാൽ നമ്മുടെ കയ്യിൽ തയ്യണില്ലേ, അത് 2 വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അറിയും. ആണ് വ്യത്യാസം. അത് നോക്കി കിട്ടില്ല സാധനം. നമ്മളെ സിഗ്നൽ കൊടുക്കടാ. എവിടെയാന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുള്ള. മഴ വീണ്ടുടാ. ആണോ എന്താ അവസ്ഥ? ഭയങ്കര അടുത്തായിട്ട് തോന്നണല്ലേ മല? മരണം ഉറപ്പാവും. ഒരു മുളക്ക് സിമ്പിളായിട്ട് പോണ വരി എളുപ്പമില്ല. വണ്ടിൻ്റെ തല മാത്രമല്ലോ. നമ്മൾ വന്നതാവും ചേട്ടാ, വഴിയല്ലേ നമ്മൾ വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിന് പോകാൻ പറ്റില്ലട്ടോ. ഇവരെന്നെ പറയാ ഞങ്ങളൊരു വിധം മഴക്കാലം ആവുന്നവർക്ക് ടൈം അറിയാലോ. ആ ടൈം ആയി കഴിഞ്ഞാൽ ഇവർ നേരെ ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നു. ഇവർ വീണ്ടും മുറ്റത്തേക്ക് ഇന്നലെ ആന വന്നു ഒരു 7 മണി നേരത്ത്. എന്നിട്ട് ചക്ക ഉണ്ടായിരുന്നത് പൊട്ടിച്ച് നിന്നിട്ട് പോയിന്ന്. കവിതയോ എന്നെ ഉറക്കം കണ്ടെത്താൻ ആരും നീക്കും. നോക്കിയേ കിട്ടില്ലപ്പോഴ ശരിക്കും പറഞ്ഞാൽ വണ്ടി അവിടെ നടുവിൽ കൊണ്ടു നിർത്തുക, വണ്ടി കഴുകുക. ഏത് മൂട് നല്ല രസട്ടാ. ഫുള്ള് നോക്കിയാൽ പാറക്കല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് താഴ്ത്തിക്ക് പോണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് വെള്ളം. എൻ്റെ വീടിൻ്റെ അവിടെ ഒരു പുഴയുണ്ട്. അത് ഇതന്നെ അങ്ങോട്ട് പോയി ചേരണത്. അവിടെ ഒരു ദിവസം പുഴയിൽ ഇറങ്ങിയിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ വഴി പോകുമ്പോൾ കാല് കയറ്റി വയ്ക്കുക. കാല് കയറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഷൂ നനയും.